ശ്രദ്ധിച്ച് കേൾക്കാട്ടോ. അടുത്തേക്ക് മക്കളെ, നമുക്ക് കുടക്കല്ലുങ്ങള് ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നതാണ് അല്ലെ. 5ാം ക്ലാസ്സിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. 5ാം ക്ലാസ്സിലുണ്ടായിരുന്നു കുടക്കല്ല്, മുനിയറ, നന്നങ്ങാടിയൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ പഠിച്ചത് പ്രാചീന കേരളത്തിലെ ശവസംസ്കാര ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്മാരകമാണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ തന്നെയാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇതുപോലെയുള്ള കുടക്കല്ലുകളും നന്നങ്ങാടിയും മുനിയറയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഒരു കുടക്കല്ലാണ് ഇവിടെ എന്റെ വീടിന്റെ അടുത്തുള്ള ഈ മുക്കേരത്തൊടിയ എന്നാണ് ഈ പറമ്പിനെ പറയുന്നത്. മുക്കേരത്തൊടിയ. അപ്പൊ ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ശവസംസ്കാര ചടങ്ങെന്നൊന്നും അന്ന് അങ്ങനെ എന്താ പറയാ ഇവിടെ പറയുന്ന കേട്ടിട്ടില്ല. ഇവിടെ പറഞ്ഞൊരു എന്താ പറയാ എത്രമാത്രം വാസ്തവം നമുക്കറിയത്തില്ല. മുക്കുവന്മാർ, ഇവിടെ ഒരു പുഴയാണ്, ഇത് ചാലിയാർ പുഴയാണ് അത് കാണുന്നത്. അപ്പൊ അവിടെ ഈ മീൻപിടുത്തമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള മുക്കുവന്മാർ എന്ന് പറയുന്ന നിങ്ങൾക്കറിയാലോ, അവര് താമസിച്ചിരുന്നു എന്നും അതുകൊണ്ട് അവരുടെ പറമ്പ് എന്നുള്ള നിലക്ക് മുക്കുവന്മാരുടെ പറമ്പാണ്, അത് ലോപിച്ച് മുക്കേരത്തൊടിയ ആയി എന്നാണ് പറയപ്പെടുന്നത്. ആ മുക്കേരത്തൊടിയിലുള്ള ചിലപ്പം ആ മുക്കുവന്മാരിലുള്ള ചിലപ്പോ ആരുടെയോ ഒരു പ്രമുഖന്റേതായിരിക്കാം. അന്ന് ഇപ്പൊ ഒരു ഗോത്രമാണെങ്കിലും ആ ഗോത്ര തലവിന്റേതോ അത് പ്രമുഖരായിട്ടുള്ള ആളുകളെയാണല്ലോ ഇതുപോലെ അടക്കം ചെയ്യുക. അപ്പൊ സാധാരണ എല്ലാവരും ഒന്നും ഇതുപോലെ അടക്കം ചെയ്തോളണമല്ല, അതിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം. അത്രയ്ക്കേ നമുക്കും അറിയുള്ളൂ. അങ്ങനെയൊക്കെ പറയപ്പെടുന്നു. എത്രമാത്രം അതിൽ വാസ്തവം ഉണ്ടെന്ന് അറിയത്തില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പുരാവസ്തുക്കൾ അല്ലെ. ആ പുരാവസ്തു സ്മാരകങ്ങളിൽപ്പെട്ട ഒന്നാണ് ശിലാസ്മാരകങ്ങൾ, കല്ലുകൊണ്ടുള്ള സ്മാരകങ്ങൾ. അതിലൊന്നാണ് കുടക്കല്ല്. വേറുള്ളത് ഏതൊക്കെയായിരുന്നു? നന്നങ്ങാടി ഉണ്ട്, മുനിയറ ഉണ്ട്, തൊപ്പിക്കല്ല് അല്ലെ. അപ്പൊ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഒരു മുനിയറ അല്ലെങ്കിൽ ഒരു ചെങ്കല്ലറ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിനെക്കുറിച്ച് 4000 വർഷങ്ങൾക്ക് മുമ്പ് വരെ ആവാം ഇവിടെ മനുഷ്യർ താമസിച്ചിരുന്നത് എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അതായത് പണ്ട് നമ്മൾ തമിഴ്നാടിന്റെ ഭാഗമായിരുന്നു, ആന്ധ്രാപ്രദേശ് മുതൽ കന്യാകുമാരി വരെയുള്ള ഭാഗം. അന്നത്തെ വിവരങ്ങളൊക്കെ ലഭിക്കുന്നത് തമിഴ് കൃതികളിൽ നിന്നാണ്. തമിഴ് സാഹിത്യത്തെ കുറിച്ച് നമ്മൾ പഠിച്ചില്ലേ? ഏതൊക്കെയായിരുന്നു തമിഴ് സാഹിത്യ കൃതികള്? ആ ഡോറിന് മുട്ടിട്ട് കല്ലുണ്ടായി. അങ്ങനെ അതൊക്കെ എടുത്ത് പോലീസിന്റെ സാന്നിധ്യം തുറന്നു നോക്കുമ്പോൾ കുറെ പാത്രങ്ങളുണ്ടാകും. 2 കട്ടിലുണ്ട്. അത് നോക്കിയോ? 2 റൂമാണ്. ഈ 2 കട്ടിലിന്റെ മുകളിൽ ശവല്ല ഈ പൊടി ഉണ്ടായിരുന്നു. അപ്പൊ അത് അന്നത്തെ കാലത്ത് സമാധി ആയതായിരിക്കും എന്നുള്ള രൂപത്തിലാണ് ഇവർ കണ്ടെത്തിയത്. 2000 കൊല്ലം പഴക്കമുണ്ട് എന്നാണ് ഒരു കണക്ക്. പാത്രങ്ങളുടെയൊക്കെ കളപ്പഴക്കം നോക്കിയിട്ടായിരിക്കും. അങ്ങനെ നിങ്ങൾ ഇത് മാത്രം ഞങ്ങൾ കണ്ടത്. ഇങ്ങനെ അങ്ങോട്ട് വഴിയാണ്. അങ്ങനെ ഒരു കുളം ഉണ്ടാവും. ആ കുളം അവിടെ തന്നെ ഉണ്ട്. അവർക്ക് പോകാൻ ഞാൻ കാണിച്ചു തരാം. ഞങ്ങളുടെ സ്ഥലത്ത് തന്നെയാണ് ആ കുളം ഉള്ളത്. അങ്ങനെ ആ കുളം ഒരു ഇന്നത്തെ വിശ്വാസത്തിന് എനിക്കറിയില്ല. ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങളത് അത്ര വൃത്തിയല്ലാതെ സൂക്ഷിച്ച സമയത്ത് ഞങ്ങൾക്ക് തന്നെ ചില വിഷയങ്ങളുണ്ട്. അങ്ങനെ വിഷയം ഉണ്ടായി. ഞങ്ങളെ ബിൽഡിംഗ് ആണ് താഴത്തെ സുസുക്കിന്റെ ബിൽഡിംഗ്. അതുകൊണ്ട് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ അത് തുടരുത് പറഞ്ഞു. അത് ഞങ്ങൾ ആ കുളം നന്നാക്കി. ഇപ്പൊ നിങ്ങൾ വീണ്ടും ആ കുളം നന്നാക്കി. ലിയോലിത്തും നിയോലിത്തും ഒക്കെ പഠിച്ചിട്ടില്ലേ? ആ പ്രാചീനം പിന്നെ നവീനം, അതിന് ശേഷമാണ് ഇതിലേക്ക് വരുന്നത്. കാൽക്കോലിറ്റിക് ഏജ് എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ? താമ്രശിലായുഗം എന്നൊക്കെ പഠിച്ചില്ലേ? ആ കാലത്ത് ഉണ്ടാക്കിയ സാധനമാണ്. അല്ലാതെ കൈയിടില്ലേ? വേറെയും കുറെ ഷെഡ്യൂൾ ഉണ്ട്. ഞങ്ങൾക്ക് പിന്നെ പഴശ്ശിരാജ മ്യൂസിയം ഉണ്ട്, അതുപോലെ തളി ക്ഷേത്രം ഉണ്ട്. തപാലിന്റെ ഓഫീസ്
അമ്പലമാണ് പട്ടാളി അമ്പലം. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് മഹാദേവനാണ്. അതിനോടൊപ്പം തന്നെ ശ്രീകൃഷ്ണ ഭഗവാനുണ്ട്. വളരെ പുരാതനം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1500 കൊല്ലം പഴക്കമുള്ള ഒരു അമ്പലമാണ് ഈ മഹാക്ഷേത്രം. ഇത് ഭരിക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ട്രസ്റ്റി എന്ന് പറയുന്നത് കോഴിക്കോട് സാമൂതിരി രാജയാണ്. സാമൂതിരി രാജാവാണ് ഈ അമ്പലത്തിന്റെ ഭരണകർത്താവ്. അദ്ദേഹത്തിന്റെ കീഴിലാണ് ഈ അമ്പലം നിലകൊള്ളുന്നത്. അദ്ദേഹം ഇപ്പോഴും സാമൂതിരി രാജാവുണ്ട്. അദ്ദേഹം 101 വയസ്സ് കഴിഞ്ഞു. ഇപ്പോഴും തിരുവണ്ണൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അദ്ദേഹം താമസിച്ചു വരുന്നു. അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഇതിന്റെ ഐതിഹ്യം എന്ന് പറയുമ്പോൾ നമ്മള് പരശുരാമൻ പണ്ടൊക്കെ അങ്ങനെയാണ് തപസ് ചെയ്ത് നമ്മളെ ദൈവങ്ങളെ പ്രത്യക്ഷപ്പെടുത്താനാണ്. അപ്പൊ അതോടനുബന്ധിച്ച് പരശുരാമൻ തപസ് ചെയ്ത് ശിവപാർവതി സങ്കല്പത്തില് ഭഗവാൻ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നത്. അപ്പം പരശുരാമനോട് വരം ചോദിച്ചപ്പം പരശുരാമൻ പറഞ്ഞു, കോഴിക്കോടിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ഭഗവാനും ഭഗവതി ഇവിടെ തന്നെ നിലകൊള്ളണമെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ശിവപാർവതിയായിട്ട് ഇവിടെ ഇപ്പോഴും നിലകൊള്ളുന്ന ഒരു അമ്പലമാണ് തളി മഹാക്ഷേത്രം. ഇവിടെ ഭരിച്ചിരുന്ന രാജാവിനെ പറഞ്ഞില്ലേ, എന്താ പേര്? സാമൂതിരി രാജാവ് അല്ലേ? ആ സാമൂതിരി രാജാവിൽ കൊടുത്ത സ്ഥലത്ത് നിർമ്മിച്ച പള്ളിയാണ്. 5 നിലകളിലായിട്ടാണ് അന്ന് നിർമ്മിച്ചത് ഈ പള്ളി. പിന്നീട് പോർച്ചുഗീസുകാർ വന്ന് ഈ പള്ളി എന്ത് ചെയ്തു? തകർത്തു. അത് പോർച്ചുഗീസ് നിർമ്മാണ ശൈലിയാണ്. ആ നിർമ്മാണ ശൈലിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഈ ഒരു, എന്താണ് ഇതിന്റെ പേര്?